ആദില നസ്രീൻ, നൂറ ഫാത്തിമ മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ ലെസ്ബിയൻ ദമ്പതികൾ. ആദില നൂറ ദമ്പതികളുടെ ബിഗ് ബോസിലേക്കുള്ള കടന്നുവരവ് നമ്മുടെ സമൂഹത്തിന് വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ലാലേട്ടനോട് അവരത് തുറന്നു പറയുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, അവരെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് കൂടുതൽ അവബോധം സമൂഹത്തിന് നൽകുക, ഇത് തന്നെയാണ് ഈ ദമ്പതികളുടെ കടന്നുവരവിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിഗ് ബോസിലേക്ക് എല്ലാ സീസണുകളിലും ഒന്നോ രണ്ടോ ആൾക്കാർ എത്തും എന്നുള്ളത് സാധാരണമാണ്. അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ബിഗ് ബോസ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതിലൂടെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന അംഗീകാരത്തെക്കാൾ ഉപരി പരമ്പരാഗതമായ കാഴ്ചപ്പാടുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കൊന്ന് മാറി ചിന്തിക്കുവാനും തെറ്റിദ്ധാരണകളെ മാറ്റുവാനും, അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർക്കും ജീവിക്കുവാനുള്ള ഒരിടം കൂടിയാണ് ഈ ഭൂമിയെന്നും നമ്മിൽ നിന്നും ചില വ്യത്യസ്തതകൾ അവർക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുമാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 വന്ന റിയാസ് സലീമാണ് സമൂഹം കാര്യമായി ചർച്ച ചെയ്യുവാൻ തക്കവിധമുള്ള ഒട്ടനവധി അഭിപ്രായങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വെക്കുകയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി കേരളത്തിൽ ബിഗ് ബോസ് മുഖേന ഒരു ചലനമുണ്ടാക്കുകയും ചെയ്ത വ്യക്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ റിയാസിന്റെ വരവോടുകൂടിയായിരുന്നു ഇങ്ങനെയുള്ള ചില വിഷയങ്ങളെയൊക്കെ മലയാളി അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് പോലും. ആദില, നൂറ എന്നീ പേരുകൾ മലയാളി ആദ്യമായി കേട്ടു തുടങ്ങിയത് 2022 മുതലാണ്. ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗ പ്രണയം, സ്വവർഗ വിവാഹം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പലയാവർത്തി നാം കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ള മനുഷ്യരെ സാധാരണക്കാർ തികച്ചും ഒരു വിചിത്ര ജീവി എന്ന രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. അസാധാരണ തങ്ങളുടെ ആകത്തുകയും പേറി ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ തികച്ചും ന്യൂനപക്ഷമായി കഴിയുന്ന ഈ ആൾക്കാരുടെ മനസ്സെന്താണ്, മനോഭാവം എന്താണ്, എന്തുകൊണ്ടാണ് ഇവർ സ്വർഗാനുരാഗികളായി മാറുന്നത്? ഇതൊരു രോഗമാണോ, അതോ സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്നത് പോലുള്ള ഏതെങ്കിലും ഒരു വൈകല്യ അവസ്ഥയാണോ? ഇതൊക്കെ അവർക്ക് ബിഗ് ബോസിലൂടെ പൊതുസമൂഹത്തോട് തുറന്നു പറയണം. ഇനി കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഭൂരിപക്ഷ സമൂഹം ഒരിക്കലും ഇവരെ അംഗീകരിക്കുവാൻ സാധ്യതയില്ല. അംഗീകരിച്ചില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് അവസരം കൊടുക്കുമ്പോൾ ബിഗ് ബോസും ഏഷ്യാനെറ്റും തീരുമാനിക്കുന്നത്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയ സുഹൃത്തുക്കൾ. ബാല്യകാലഘട്ടത്തിൽ അവരുടെ ചെങ്ങാത്തം വളരെ ആഴമുള്ളതായിരുന്നു. എന്നാൽ കാലത്തിന്റെ പോക്കിൽ അവരുടെ വളർച്ചയിൽ അവർ തന്നെ തിരിച്ചറിഞ്ഞു അവർക്ക് പരസ്പരമുള്ളത് ഒരു സൗഹൃദമല്ല, അതിനപ്പുറത്ത് പിരിയുവാൻ കഴിയാത്ത ആഴമേറിയ പ്രണയമാണ് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരുമിച്ച് നിൽക്കുക, ജീവിതം എന്നൊന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാഴ്ചപ്പാടുമായി ഇരുവരും മുൻപോട്ട് നീങ്ങിയപ്പോൾ യാഥാസ്ഥിക ചിന്താഗതിയുള്ള ഇരു കുടുംബങ്ങളിലെയും മാതാപിതാക്കളും ബന്ധുക്കളും കർശനമായ താക്കീതുകൾ നൽകുകയും ഇരുവരെയും അകറ്റി നിർത്തുവാൻ വേണ്ടി ഇടയിൽ തടയണകൾ കെട്ടുകയും അവരെ മെരുക്കി നിർത്തുകയും ചെയ്തു. പക്ഷേ ആദിലയും നോറയും അവരുടെ പ്രണയം ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്നത് ശാരീരികമായ ഉപദ്രവങ്ങളായിരുന്നു. കഠിനമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഇരുവരും അതെല്ലാം അവഗണിച്ച് അവരുടെ പ്രണയവുമായി മുൻപോട്ട് നീങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത്, ആദിലയിൽ നിന്നും നൂറയെ അകറ്റുവാൻ നൂറയുടെ മാതാപിതാക്കൾ അവളെ പിടിച്ചുകൊണ്ടുപോവുകയും ഒടുവിൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തു. അതിനെതിരായി നിയമയുദ്ധത്തിനു വേണ്ടി ആദില മുൻപോട്ടിറങ്ങി തിരിച്ചുകൊണ്ടാണ് തിരിച്ചടി നൽകിയത്. തന്റെ പ്രിയപ്പെട്ട കമിതാവായ നൂറയെ വിട്ടുകിട്ടുവാൻ വേണ്ടി ആദില ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് തിരിച്ചടിച്ചു. കേസിന്റെ വിധി വന്നപ്പോൾ അത് ആദിലയ്ക്ക് അനുകൂലമായിരുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടു വ്യക്തികൾ, പ്രായപൂർത്തിയായവർ, അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അനുവാദമുണ്ട് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിധി. അങ്ങനെയാണ് ആദിലയും നൂറയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ, ഒരുമിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചത്. മാതാപിതാക്കളെയും ബന്ധുക്കളെയും സമൂഹത്തെയും വിട്ടിട്ട് അവരവരുടേതായിട്ടുള്ള ഒരു തുരുത്തിലേക്ക് ചേക്കേറി. എന്നാൽ ഈ ഒരു സംഗതി അതോടുകൂടി വലിയ ചർച്ചയാക്കപ്പെടുകയും തുടർന്ന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും അതിശക്തമായ സൈബർ ആക്രമണങ്ങൾ ആദിലയ്ക്കും നൂറയ്ക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു. വർദ്ധിച്ചു വന്ന സൈബർ ആക്രമണങ്ങളെ വളരെ വ്യക്തമായി നേരിട്ടുകൊണ്ട് ഒരടി പോലും പിന്നിലേക്ക് പോകാതെ ഉറച്ച കാൽച്ചുവടുകളുമായി ഓരോ വാക്കുകൾക്കും ഉരുളക്കുപ്പേരി പോലെ മറുപടിയും നൽകിക്കൊണ്ട് ആദിലയും നൂറയും അവരുടെ ആധിപത്യം സമൂഹത്തിന്റെ മുൻപിൽ ഉറപ്പിക്കുവാൻ തുടങ്ങി. അവരുടെ വൈകാരികമായ അടുപ്പത്തെയും ദമ്പതികളായി ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള തീരുമാനത്തെയും മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ സൗഹൃദങ്ങൾക്കോ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, സമൂഹത്തിന്റെ മുൻപിൽ അവർക്ക് പറയുവാനുള്ളത് ലഭിച്ച അവസരങ്ങളിലെല്ലാം തുറന്നടിച്ചുകൊണ്ട് ഒടുവിൽ അവരിപ്പോൾ ബിഗ് ബോസ് വരെയോളം എത്തിയിരിക്കുന്നു. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ വരെയോളം അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. ഈ സീസണിൽ അവർ വിജയികളാകുമോ എന്നുള്ള ചോദ്യത്തിന് അത് അസാധ്യം എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ.
അങ്ങനെ ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിലും ഉണ്ടാകണമെന്നില്ല. കാരണം ന്യൂനപക്ഷത്തെ ഇത്തരം അസ്വാഭാവികമായ കൂട്ടുകെട്ടിന്റെ പേരിൽ ഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യില്ല. പകരം മാക്സിമം അവരെ വിമർശിക്കത്തേ ഉള്ളൂ എന്ന് ഇരുവർക്കും നന്നായിട്ട് അറിയാം. എങ്കിലും അവരെന്താണെന്നും അവരുടെ സമൂഹം നിലനിൽപ്പിന് വേണ്ടി എങ്ങനെയാണ് പോരാടുന്നത് എന്നും അവരുടെ വ്യക്തിത്വത്തിന്റെയും അവരുടെ വൈകാരികതയുടെയും അവരുടെ നിലനിൽപ്പിന്റെയും ആകെ തുക എന്താണെന്നും ഈ സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിനാൽ തന്നെ മാക്സിമം അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സമയത്തെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ദമ്പതികളുടെ ലക്ഷ്യം. ആദില, നൂറ 2 വ്യക്തികളാണ് ബിബി ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എങ്കിലും ബിഗ് ബോസ് അവരെ പരിഗണിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം 2 ആൾക്കാർ, അവർ 2 വ്യക്തിത്വങ്ങളാണ്. അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും മനോഭാവങ്ങളും ഉണ്ടാവാം. ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ ഒരാളുടെ അഭിപ്രായത്തോട് മറ്റൊരാൾക്ക് വിയോജിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇതിനു മുൻപ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അഭിരാമി സുരേഷും അമൃത സുരേഷും ഫിറോസും സജനയും ഒക്കെ ഇങ്ങനെ അകത്തേക്ക് കയറിയവരായിരുന്നു. സീസൺ 2-ൽ സജനയും ഫിറോസും ബിഗ് ബോസിനുള്ളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടു. അതുകൊണ്ട് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 2 പേരെയും ഒറ്റ വ്യക്തിയായിട്ടാണ് ബിഗ് ബോസ് പരിഗണിക്കുന്നത് എന്നതിനാൽ തന്നെ പ്രേക്ഷകരിൽ ഓരോരുത്തർക്കും ഇവരിൽ ആരോടെങ്കിലും ഒരാളോട് തോന്നുന്ന എതിർപ്പ് അത് 2 വ്യക്തികളെയും ഒരുപോലെ ബാധിക്കും എന്നുള്ളതാണ്. സീസൺ 2-ൽ സജനയും ഫിറോസും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിയെങ്കിലും അവർക്ക് ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസിന്റെ പടിയിറങ്ങി പോകേണ്ട ഗതികേടുണ്ടായി. ലാലേട്ടൻ ഇരുവരെയും പുറത്താക്കി. സീസൺ 1-ൽ അമൃത സുരേഷും അഭിരാമിയും തരക്കേടില്ലാതെയാണ് മുൻപോട്ട് പോയതെങ്കിലും കോവിഡിനോടുള്ള ബന്ധത്തിൽ ഷോ നിർത്തിയത് ഇരുവർക്കും തിരിച്ചടിയായി പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ആയിത്തീരുമോ ആദിലയുടെയും നൂറയുടെയും പ്രയാണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആദിലയും നൂറയും തമ്മിൽ തെറ്റിക്കുക, അവരുടെ അഭിപ്രായങ്ങളെ തന്നെ നിരന്തരമായി ആക്രമിക്കുക, പരസ്പരം കലഹിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതൊക്കെ ആവാം. എന്തായാലും ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ സമൂഹത്തിന്റെ മുൻപിൽ നിരന്തരം ചർച്ച ചെയ്യുവാനുള്ള വാതിലുകൾ അവർ തുറന്നിടും എന്നൊക്കെ പറഞ്ഞാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. എങ്കിലും ഈ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് കൂടി കണ്ടറിയണം. അതായത് ബിഗ് ബോസിനുള്ളിലെ മറ്റുള്ളവരെ പോലെ തന്നെ വെറും സാധാരണ ഒരു മത്സരാർത്ഥിയായി അവർ മാറ്റപ്പെടുമോ, അതോ ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പേരിൽ വ്യത്യസ്തത കൊണ്ട് സമൂഹത്തിന്റെ നടുവിൽ അവർക്ക് ചലനം സൃഷ്ടിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലെസ്ബിയൻ കപ്പിൾസ് ആയതിനാൽ മറ്റുള്ള മത്സരാർത്ഥികൾ ഇവരെ അവർക്കൊപ്പം കൂട്ടുമോ എന്നുള്ള കാര്യവും പരിഗണിക്കേണ്ടതാണ്. അവരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ദീർഘകാലങ്ങളായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായി അവർ തീയിൽ കുരുത്തവരാണെന്നും വെയിലിൽ വാടില്ല എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെറിയൊരു സ്പാർക്ക് പോലും അത് വലിയ തീയാക്കി മാറ്റുവാൻ ഇരുവർക്കും കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും